നിങ്ങളിൽ എത്ര പേര് ഒരു പുതിയതായിട്ടൊരു ക്രിയേറ്റീവായിട്ടൊരു കാര്യം ചെയ്തിട്ടുണ്ട്? ക്രിയേറ്റീവായിട്ടൊരു ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുകയോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡ്രസ്സ് ഉണ്ടാക്കുകയോ, ഒരു പുതിയ ഡിഷ് കുക്ക് ചെയ്യുകയോ, അത് ഏറ്റവും പുതിയതാണ്, അതായത് നിങ്ങൾ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു പുതിയൊരു സാധനം എപ്പോഴെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ആരും ചെയ്തില്ല, ഒരാൾ പോലും ചെയ്തിട്ടില്ല. എന്താ ചെയ്തിട്ടുണ്ട? സോറി, ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് പുതിയത്. ഓ, വെരി നൈസ്. പുതിയതായിട്ടൊരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അതിനൊരു പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ഇറങ്ങിക്കഴിയുമ്പോൾ ഇത് എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. യെസ്, ദ പ്രോഡക്റ്റ് ഹാസ് റിലീസ്ഡ്. അതിന്റെ ഒരു ഭംഗിയും അതിന്റെ ഒരു കോൺഫിഡൻസും നമുക്കുണ്ടാവും. പക്ഷെ ഈ തോട്ട് ഇത് എവിടെ നിന്ന് വന്നു? ഇതെങ്ങനെയാണ് ഈ തോട്ട് പുറത്തേക്ക് വന്നത്? ഇത് ഏത് വഴി കൂടെയാണ് വന്നത്? ഒരു സുപ്രഭാതത്തിൽ നമുക്കിങ്ങനെ ഇരുന്നപ്പോൾ വന്നൊരു തോട്ടായിരിക്കണം. ഒരു 4 മാസം 5 മാസം എടുത്ത് ഇദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ടാവുക. അതുപോലെ പല തരത്തിലുള്ളൊരു ഇൻവെൻഷൻസും നമുക്കൊരു സെക്കൻഡ് ഇരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് തലയിലേക്ക് വന്നു കയറുക. ആ പാത്തിനെയാണ് ഞാനിവിടെ ഒരു ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു 33 ഇയേഴ്സിന്റെ ഒരു കെയോസ്, 33 ഇയേഴ്സിന്റെ ഒരു എക്സ്പീരിയൻസ് ഓഫ് ഹാപ്പിനെസ്, ലിസ്ണിംഗ്, ഓൾ ദ ഫീലിങ്സ്, നമ്മുടെ 5 സെൻസസിന്റെയും ഓൾ ദ ഫീലിങ്സ് ഹാസ് ബീൻ ഈ 33 വർഷം കൊണ്ട് 33 വർഷം കൊണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത സാധനമാണ്. ഞാൻ ഒരു ദിവസം വെറുതെ ഒരു ആഫ്റ്റർനൂൺ, ഫൈൻ ആഫ്റ്റർനൂൺ അറ്റ് മൈ ഹൈദരാബാദ് ഹോം, ഐ വാസ് സിറ്റിംഗ് വിത്ത് മൈ ഡോഗ്സ്. ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് ഐ took my phone and recorded a song which is ആ സോങ് റെക്കോർഡ് ചെയ്ത് അതിന്റെ പല്ലവി അനുപല്ലവി with a guitar strum and the lyrics. ഇത് ഒരു 5 minute സോങ് ഞാൻ റെക്കോർഡ് ചെയ്തു. അന്നേ വരെ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് കമ്പോസ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെന്നൊന്നും ഞാൻ ഒരിക്കലും എന്നെ കുറിച്ച് വിചാരിച്ചില്ല. ബിക്കോസ് ഐ വാസ് സച്ച് an underconfident woman. I don't know whether the correct word is underconfident, but I was not confident enough to do. I always thought all the legendary musicians can do the compositions. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരുന്നത്. But I was so curious to ഞാൻ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോട്, മ്യൂസീഷ്യൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോട് ഞാൻ ചോദിക്കുമായിരുന്നു, നിങ്ങൾ ഇത് എങ്ങനെയാണ് ഈ കമ്പോസ് ചെയ്യുന്നത്? ഇത് ഏത് വഴിക്കൂടെയാണ് നിങ്ങൾക്ക് സംഗീതം നിലയിലേക്ക് വരുന്നത്? ഇത് ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു സാധനം കമ്പോസ് ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നു? അതിന് നമ്മൾ ഏത് ലെജൻഡറി ആയിട്ടുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള മ്യൂസീഷ്യൻസിനോടും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലും അവർക്കൊരു പെർഫെക്റ്റ് ആൻസർ പറയാനുണ്ടാവില്ല. കാര്യം ആ ആൻസർ പറയാൻ ഉണ്ടാവാത്തൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെ അറിഞ്ഞൂടാത്തൊരു കാര്യമാണ്. ഇത് എങ്ങനെയാണ് ഇവരുടെ തലയിലേക്ക് ഈ ഒരു കമ്പോസിഷൻ, ആ ട്യൂൺ, ആ പർട്ടിക്കുലർ മൊമെന്റിലേക്ക് എത്തിയത് എന്നുള്ളത്. അങ്ങനെ എത്തിയ ആ മൊമെന്റിനെ നമ്മൾ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും? ആ മൊമെന്റിനെ മാത്രമേ ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കാറുള്ളൂ പലപ്പോഴും. ഈ മൊമെന്റിൽ എനിക്ക് ഇങ്ങനൊരു സോങ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റി, അതിൻ്റെ അകത്ത് ഇങ്ങനൊരു ട്യൂൺ, ഇങ്ങനത്തെ ഒരു നോട്ട് കൊണ്ടുവരാൻ പറ്റി, അതിൽ അങ്ങനെ ഒരു സംഗതി കൊണ്ടുവരാൻ പറ്റി എന്ന് മാത്രമേ അവർക്ക് എക്സ്പ്ലനേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് an unknown factor that it is coming from the experience of their long life. അതില് അവരുടെ 14ാമത്തെ വയസ്സിൽ അവർ നടന്നു പോയിട്ടുള്ള ഒരു വഴിയുടെ ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ അവരെ മീറ്റ് ചെയ്ത ആൾക്കാർ അവരുടെ ഒരു ഗുരുനാഥൻ പഠിപ്പിച്ച ഒരു സോങ്ങിന്റെ ഒരു ബിറ്റ്, അല്ലെങ്കിൽ അമ്മ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞു കൊടുത്ത എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ ഒരു ചെന്നൈ പോയപ്പോൾ സംഗീത കോഫിയിൽ പോയിരുന്നു കോഫി കുടിച്ചതിന്റെ ഒരു രുചി, ഇതെല്ലാം ഒരു 33 year old ആയിട്ടുള്ള എനിക്ക് അന്ന് ഞാൻ കമ്പോസ് ചെയ്ത സോങ്ങിന് എനിക്ക് അത് കിട്ടിയിട്ടുണ്ട്. ആ ഒരു
അത്രയും വർഷത്തെ ഒരു പല സൈഡിൽ നിന്നുണ്ടാകുന്ന ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ കാര്യങ്ങളും ഏറ്റവും മോശമായുള്ള കാര്യങ്ങളും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സാധനമായിരിക്കും നമുക്ക് ആ ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ട് ഒരു വലിയൊരു കാര്യം നമ്മൾ ചെയ്തു എന്നുള്ള രീതിക്ക് വന്നെത്തുക. ആ സോങ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാനൊരു 5 to 10 minutes ഞാനിങ്ങനെ വെറുതെ ഇരുന്നു. ബിക്കോസ് ഐ ഹേർഡ് ദാറ്റ് സോങ്. അത് ഞാനൊന്ന് പ്ലേ ചെയ്തിട്ട് തിരിച്ച് കേട്ട് നോക്കിയപ്പോൾ ഇറ്റ് ഇസ് ഗുഡ്. അത് കൊള്ളാലോ, ഇത് ഞാനൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ കൊള്ളാലോ, ഇത് ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ പോലെ തന്നെ ഒരു സാധനമായിട്ടുണ്ട്. അതൊരു ഭയങ്കര കോൺഫിഡൻസ് ബൂസ്റ്റർ ആയിരുന്നു. ആ കോൺഫിഡൻസ് ആണ് പിന്നെയുള്ള എൻ്റെ ഒരു ലൈഫിലേക്ക് എന്താ പറയാ ഒരു ഊർജം തന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് എൻ്റെ ഒരു ലൈഫ് എങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു മ്യൂസീഷ്യൻ ഫാമിലിയിലാണ് ജനിച്ചത്. മദർ ഇസ് എ കർണാട്ടിക് മ്യൂസീഷ്യൻ ആൻഡ് അമ്മയുടെ ഫാമിലി ഇറ്റ് സെൽഫ് ഇസ് കർണാട്ടിക്, കുറെ മ്യൂസീഷ്യൻസ് ഉള്ളതാണ്. അപ്പൊ എന്റെ ലിസ്ണിംഗ് എങ്ങനെയാണ് വരുന്നത്? കർണാട്ടിക് മ്യൂസിക്കിന്റെ ലിസ്ണിംഗ് ആണ് വരുന്നത്. ഫാദർ ഇസ് ഫ്രം ദ തമിഴ്നാടു ബോർഡർ എന്നാണ് വരുന്നത്. അപ്പൊ അവിടെ MGRന്റെയും ശിവാജി ഗണേശന്റെയും പഴയ തമിഴ് സോങ്സ് കേട്ടിട്ടാണ് വളരുന്നത്. അവരുടെ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ 14 years ക്രിസ്ത്യൻ സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ അവിടെയുള്ള ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ, ദൈവസ്നേഹം വന്നിച്ചിടാൻ വാക്കുകൾ പോരാ, ഇതൊന്നും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു കോളേജ് കഴിഞ്ഞിട്ട് നേരെ ചെന്നൈക്ക് പോകുന്നു. ചെന്നൈക്ക് പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ജീവിക്കുന്ന സമയത്ത് ഞാൻ കേൾക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള വെസ്റ്റേൺ മ്യൂസിക്സ് ആണ്. അതിൽ ജാസ് ഉണ്ടാവുന്നു, കൺട്രി മ്യൂസിക് ഉണ്ടാവുന്നു, അങ്ങനത്തെ പലതരത്തിലുള്ള ഇതിൽ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള മ്യൂസിക് കേൾക്കുന്നു. അതും കേട്ട് ഇരിക്കുന്ന സമയത്ത് അവിടെ അദ്ദേഹം ഉണ്ടാക്കുന്ന മ്യൂസിക്കും എനിക്ക് ഇൻസ്പയർ ആവുന്നുണ്ട്. അദ്ദേഹം ഓരോ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതും ഓരോ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പലതരത്തിലുള്ള മ്യൂസിക് ഞാൻ കേൾക്കുന്നുണ്ട്. ഇതെന്റെ മ്യൂസിക്കിന്റെ ലിസണിങ് മാത്രമാണ്. ഇതിൽ എനിക്കുണ്ടാവുന്ന ഫീലിങ്സ് ഉണ്ട്. ഞാൻ കഴിച്ച ഫുഡിന്റെയും ഞാൻ കഴിച്ച കോഫിയുടെയും ഞാൻ ഇന്ന സ്ഥലത്ത് എന്താ പറയാ ഇന്ന സ്ഥലത്ത് തായ്ലൻഡിൽ പോയി കഴിച്ച ഫുഡിന്റെയും അവിടെ നിന്ന് കേട്ടിട്ടുള്ള എന്റെ തായ് മ്യൂസിക്കിന്റെയും ഇതിന്റെ അതായത് ഒരു വൈഡ് റേഞ്ച് ഓഫ് തിങ്സിന്റെ ഒരു ആകെ തുലനമാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആ മ്യൂസിക്. ആ മ്യൂസിക് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആണ്. ഒരുപാട് കേസിൽ നിന്ന് ഉണ്ടാക്കിയ ആ ഒരു ബിഗ് വേവ് ഓഫ് തിങ് ആണ് ആ പർട്ടിക്കുലർ മൊമെന്റിൽ എനിക്ക് അനുഭവപ്പെട്ടത്. അതിനുശേഷം മേ ബി ഐ ക്യാൻ ഡിസൈഡ് മൈസെൽഫ്, എനിക്ക് എന്നെ കാണാൻ പറ്റുന്ന അതിന് മുന്നേയും ആ കമ്പോസിഷന് മുന്നേയും ആ കമ്പോസിഷന് ശേഷവുമായിട്ടാണ്. അതിനുശേഷം 2-3 കമ്പോസിഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നമുക്കുണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ. നമ്മൾ ചെയ്തതിനെ കുറിച്ചിട്ട് നമുക്കുണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻസ്, ഇത് എങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ചൊരു ചിന്ത, ഈ പാത്താണ് പിന്നെയുള്ള നമ്മുടെ ലൈഫിന് ഒരു മ്യൂസീഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാക്കി തരുന്നത്. നമുക്കൊരു ദ നെക്സ്റ്റ് വാട്ട് വി ഹാവ് ടു ഡു, വാട്ട് വി വോണ്ട് ടു ഡു എന്നുള്ളൊരു നേർക്കാഴ്ച ഉണ്ടാക്കി തരുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് വിചാരിക്കുന്നു. ബിക്കോസ് കുറച്ച് ഡീപ്പാണ് ഈ ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. വളരെ ഡീപ്പ് ആൻഡ് ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഒരു പിൻ പോയിന്റ് ചെയ്ത് ഈ സബ്ജക്റ്റിനെ കിട്ടുമ്പോൾ അതൊരു പിൻ പോയിന്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ എൻ്റെ ഒരു ലൈഫ് ചേഞ്ച് മൊമെന്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇത് പറയുന്നതാണ്, ഈ കമ്പോസിഷന്റെ കാര്യം. ബിക്കോസ് ഇറ്റ്സ് ഫോർ മീ ഇറ്റ്സ് എന്താ പറയുക, ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ടൈമിനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ സോങ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആലോചിച്ചു, ഇത് ഒരൊറ്റ സോങ് മാത്രമേ
ജീവിതത്തിൽ എനിക്ക് ഇനി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം അതൊരു പർട്ടിക്കുലർ മൊമെന്റില് ഹാപ്പിനെസ്സിൽ എങ്ങനെയോ എനിക്ക് വന്ന് സംഭവിച്ച കാര്യമാണ് എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ഇനി എനിക്കത് ഉണ്ടാക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഒന്നും ഉണ്ടാവില്ല. ഇത് പോകുന്ന വഴിക്ക് എവിടുന്നോ കിട്ടിയ ഒരു കാര്യമാണ്. പക്ഷെ അത് അങ്ങനല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു 1 month കഴിഞ്ഞതിന് ശേഷം ഐ മേഡ് അനദർ സോങ്. In another the mood of the song was different. The guitar rhythm was different. The song itself was different. And I made another song after another month, and it goes in such a way. So ഇതൊരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടായിരുന്നു എനിക്ക്. ഇതെങ്ങനെയാ ഇത് വന്ന് സംഭവിക്കുക, ഇതെങ്ങനെയാ ലൈഫില് നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് എപ്പോഴും വളരെ വളരെ അതിശയോക്തിയോടെ കാണുന്ന ഒരു കാര്യമാണ്. ഒരു സിനിമകൾ കണ്ട് ശീലമുള്ള വ്യക്തിയാണ് ഞാൻ. ഒരുപാട് സിനിമകൾ കാണുമായിരുന്നു വളരെ കുഞ്ഞിലേ മുതൽ. എല്ലാ തരത്തിലുള്ള അവാർഡ് ഫിലിംസും മറ്റ് സിനിമ അവാർഡ് ഫിലിംസും പല തരത്തിലുള്ള സിനിമകൾ കാണുമായിരുന്നു. കുറച്ച് വലുതായപ്പോ അച്ഛന്റെ കൂടെ പോയിട്ട് ഫിലിം ഫെസ്റ്റിവലിലെ തുടക്കകാലങ്ങളിലുള്ള ഫിലിം ഫെസ്റ്റിവലിലാണ് ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് ഞാൻ ആങ്കറും ചെയ്യുന്നുണ്ടായിരുന്നു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു തരത്തിലുള്ള എക്സ്പോഷറും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കൂടാതെ സാഹിത്യം, പുസ്തകങ്ങൾ വായിക്കാൻ വളരെ ഇഷ്ടമുള്ള വ്യക്തിയാണ് ഞാൻ. പോയി MTയുടെയും മലയാളത്തിൽ കൂടുതലും ഞാൻ വായിച്ചിട്ടുള്ള ബഷീറിയൻ സാഹിത്യങ്ങളാണ്. TD രാമകൃഷ്ണന്റെയും പുസ്തകങ്ങളൊക്കെ കൃത്യമായിട്ട് വായിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മളെ ഒരു പോയിന്റിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. നമ്മുടെ വാക്കുകള്, നമ്മൾ ഒരു ലൈൻസ് എഴുതുമ്പോൾ ആ ലൈൻസിന്റെ ഓരോ ഇമോഷൻസ്, ഇതെങ്ങനെയാ ഒരു പ്രണയമാണോ നമ്മൾ സംസാരിക്കുന്നത്, ഒരു സാഡ്നെസ്സിനെ കുറിച്ചിട്ടാണോ നമ്മൾ കൺവേ ചെയ്യുന്നത്, നമ്മുടെ ദേഷ്യത്തിനെയാണോ കൺവേ ചെയ്യുന്നത്, ഈ എമോഷൻസ് എല്ലാം നമുക്ക് ആ സോങ്ങിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, അല്ല ആ സോങ് ഏത് ഇമോഷനാണ് ആ ഇമോഷൻ ആ സോങ്ങിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് പർട്ടിക്കുലർ ആയിട്ട് ഇന്റൻഷനലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആ സമയത്ത് നമുക്ക് എന്താണോ വരുന്നത്, ആ നമ്മുടെ പർട്ടിക്കുലർ ടൈമിലുള്ള നമ്മുടെ മൂഡ് എന്താണ്, അതിനെ കൂടെ ബേസ് ചെയ്തിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന കമ്പോസിഷൻസ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിനിമയ്ക്ക് വേണ്ടി സംഗീതം ചെയ്യുന്ന മ്യൂസീഷ്യൻസ് അവർ ആ സിറ്റുവേഷൻ വേണ്ടിയിട്ട് കമ്പോസ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായ സ്റ്റൈൽ ഉണ്ടാവും. ആ സ്റ്റൈലിൽ നിന്ന് പലതരത്തിലുള്ള സിറ്റുവേഷനിലാണ് അവർക്ക് മ്യൂസിക് ഉണ്ടാക്കുക. ഇപ്പോ ഒരു സാഡ് സോങ് ആണ് അവർക്ക് ഉണ്ടെങ്കിൽ പോലും അവരുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്റ്റൈലിൽ നിന്നാണ് അത് ക്രിയേറ്റ് ചെയ്യുക. ആ സ്റ്റൈലിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ സംഗീതമായിരിക്കില്ല. ഈ സ്റ്റൈൽ അവർക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് അവരുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിന്, അവർ കണ്ട ആൾക്കാരുടെയും അവർ കണ്ട വ്യക്തിത്വങ്ങളുടെയും അവർ കണ്ടിട്ടുണ്ടാവുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെയും അവർ വായിച്ചിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിന്റെയും അവരത് എങ്ങനെ പഠിച്ചു എന്നുള്ളതും, ഓരോരുത്തർക്കും അവരുടേതായ ലൈഫിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. ആ എക്സ്പീരിയൻസിലാണ് ഇത് വന്ന് നിൽക്കുന്നത്. അത്രയും എന്താ പറയാ, ഈ ബട്ടർഫ്ലൈ എഫക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഈ ചെറിയ കെയോസ്, ഈ ചെറിയ കെയോസ് ആണ് നിങ്ങളുടെ ലൈഫിനെ കൊണ്ടെത്തിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ആ കെയോസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ബി ഇറ്റ് എ നെഗറ്റീവ് കെയോ, ഈ കെയോസ് ഇറ്റ്സെൽഫ് അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നമുക്ക് എടുത്ത് നോക്കാൻ പറ്റത്തില്ല. അത് കെയോസ് ഇറ്റ്സെൽഫ് ഇസ് അത് നമ്മൾ എങ്ങനെ എടുക്കും എന്ന് തന്നെ നിശ്ചയിച്ചിരിക്കും. എന്നെ സംബന്ധിച്ചോളം ഐ ഓൾവേസ് വാണ്ടഡ് ടു ടേക്ക് തിങ്സ് ഇൻ എ പോസിറ്റീവ് വേ. ഇത്രയും വർഷത്തെ ഒരു കെയോസും കൺഫ്യൂഷൻസും ഹാർട്ട് ബ്രേക്സും നെഗ്ലിജൻസും അല്ലെങ്കിൽ സാഡ്നെസ്, ഹാപ്പിനെസ്, everything is I took it in a positive way and I made my life in a better position. So I
really want you to hear my song. അതെങ്ങനെ നിങ്ങൾക്കത് മനസ്സിലാകണം എന്നുള്ളത്, നിങ്ങൾക്കത് എങ്ങനെയാണ് എൻ്റെ സോങ് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിന്റെ ഭാഗമായി ഉണ്ടാക്കിയ സോങ് നിങ്ങളത് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യം. നമുക്ക് ആ സോങ് ഒന്ന് കേട്ടു നോക്കാം. I invite Kripa for that. Kripa is a very talented musician. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കൃപയോട്.